ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന വീഡിയോ കോട്ടേഴ്സിൽ നിന്നുള്ള പോലീസ് കോട്ടേഴ്സിൽ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നത്. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊളപ്പറമ്പ്, നമ്മുടെ ക്യാമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹെയർ ഓയിൽ കാച്ചാം. അപ്പം നമുക്ക് അതിലേക്ക് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് ഫുള്ളും നമ്മൾ സാധാരണ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാം കൂടി എണ്ണയിലിട്ട് കാച്ചും, അത് മാത്രമുള്ള വ്യത്യാസം. പിന്നെ ചില സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പം അത് ഞാൻ പൊടിയായിട്ടാണ് എടുത്തത്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു കുറേ ഹെയർ പാക്കുകൾ. ഇപ്പം നെല്ലിക്കേൻ്റെ അത് തന്നെ നീലബൃങ്ങാതി ഒക്കെ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് നെല്ലിക്ക വേണമെങ്കിൽ ഒന്നെങ്കിൽ അരച്ചിട്ടോ പൊടിച്ചിട്ടൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക നമ്മൾ അതിലിട്ടിട്ടുണ്ട്. എന്നാൽ അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക ചതച്ച് ചേർക്കാം. ഞാൻ അതിലെടുത്തേക്കുന്ന നെല്ലിക്കേൻ്റെ പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ചെമ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഹെന്ന പൗഡറുണ്ട്, മൈലാഞ്ചിൻ്റെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇലയായിട്ട് എടുക്കാം. പിന്നെ പൊടി ഇടണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം സാധനങ്ങൾ ഇട്ടിട്ട് എണ്ണ കാച്ചുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെന്തൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ദേവതാരം, ഇടംപിരി, വലംപിരി, കാർബോലരി, വെമ്പാട, രാമച്ചം, ഇരട്ടിമധുരം, ഇഞ്ചി, കരിഞ്ജീരകം, ഉലുവ, ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തി ഇല, തുളസി, ആര്യവേപ്പ്, കറ്റാർവാഴ, ചെറിയ ഉള്ളി, കാട്ടുതെച്ചി, പിന്നെ നെല്ലിക്കയുടെ പൊടി, മൈലാഞ്ചിപ്പൊടി, ചെമ്പരത്തിപ്പൊടി. ഇത്രയും മരുന്നാണ് നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം ചെയ്യേണ്ട കാര്യം ഇലകൾ എല്ലാം, അതുപോലെ തന്നെ ചെറിയുള്ളി എല്ലാം ചതച്ചെടുക്കണം. അതുപോലെ തന്നെ കറ്റാർവാഴ അരിഞ്ഞു വെക്കണം. ഇനി നമുക്ക് കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം ഇഞ്ചി ഇടുക. അതിനുശേഷം കുറച്ച് അങ്ങാടി മരുന്നിൻ്റെ പേര് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് ഇട്ട് ഒരു 10 മിനിറ്റിന് ശേഷം കരിയത് ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പം നമുക്ക് അടുത്തതായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് തുടങ്ങാം. ഇനി ചേർക്കേണ്ടത് ഉലുവ, അതുപോലെ തന്നെ കരിഞ്ജീരകം, അതെല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ വാടണം. അതുപോലെ തന്നെ നമ്മളെ ഉള്ളി തൊലി കളയില്ലേ, ആ തൊലി നിങ്ങൾ കളയരുത്. ഈ തൊലിയും ഞാൻ കറ്റാർവാഴ ചതച്ചതും കൂടിയാണ് ഇപ്പിട്ടേക്കുന്നത്. കറ്റാർവാഴ അങ്ങനെ തന്നെ ഇടരുത്, അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്തായാലും ഒന്നെങ്കിൽ അരി അല്ലെങ്കിൽ ജ്യൂസായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. നമുക്ക് ഇലകൾ ഓരോന്നായിട്ട് ചേർക്കാം. ചെമ്പരത്തി ഇല, ആര്യവേപ്പിൻ്റെ ഇല, തുളസി ഇല, ഇതെല്ലാം ചതച്ചിട്ട് വേണം ഇടാൻ. അതുപോലെ തന്നെ തെച്ചിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഇതൊക്കെ പിന്നെ ആ വഴിയെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വേവിൻ്റെ ഭാഗം അറിയാമല്ലോ. കൂടുതൽ വേവുള്ളത് ആദ്യം ഇടും, പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് അവസാനം ഇടും. ആ രീതിയിലാട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് പൂക്കളെല്ലാം ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ ചെത്തിപ്പൂവ് ഞാൻ കാട്ടു തെച്ചിയാണ് എടുത്തേക്കുന്നത്. സാധാരണ ചുവപ്പ് തെച്ചിയാണ് എടുക്കേണ്ടത്, ഓറഞ്ച് തെച്ചിയല്ല. അത് ചേർക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റൗവിലാണെങ്കിൽ സിമ്മിലായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലിടുക. മുറ്റത്ത് അടുപ്പിലാണെങ്കിൽ കരിഞ്ഞു പോവില്ല, നമ്മുടെ ആ ചൂടിനും ഭാഗത്തിനൊക്കെ തന്നെ കിട്ടും. പിന്നെ ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നെല്ലിക്ക ചതച്ചത്, അതുപോലെ തന്നെ മൈലാഞ്ചി ഇല, അതെല്ലാം ചേർക്കണം. ഞാൻ അതിന് പകരം പൊടിയാണ് ഇട്ടത്, കാരണം എൻ്റെ ഹെയർ പാക്കിന് വാങ്ങിയ കുറേ പൊടികളോട് വെറുതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വ്യത്യാസം ഉണ്ടാവും. എണ്ണ കിട്ടുമ്പോൾ മറ്റേതാകുമ്പോൾ നല്ല ഒരു പച്ച കളറായിരിക്കും, ഇത് പൊടി ഇട്ടുകൊണ്ടാണ് ഈ കളറ്. ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് മുടി കറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നര ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, അങ്ങനെ എല്ലാത്തിനുമുള്ള കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ വെളിച്ചെണ്ണയുടെ നിറം ഇതാട്ടോ, ഓയിലിൻ്റെ നിറം ഇതാണ്. ഒരു ചുവപ്പ് കളറിലാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ പൊടിയൊന്നും ചേർത്തില്ലെങ്കിൽ ഒരു പച്ച കളർ തന്നെയായിരിക്കും. പിന്നെ കരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു കറുപ്പ് കളറും കൂടി ഉണ്ടാവും. അപ്പം ഞാൻ ഈ ചണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് അരച്ചെടുത്തു. അപ്പം ചണ്ടിയിൽ കുറേ എണ്ണ ഉണ്ടായിരുന്നു, മേല് തേപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അരച്ചെടുത്തത്. പക്ഷേ അതിന് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണ പൊന്തി വരുന്നുണ്ട്. അപ്പം ഞാൻ എണ്ണ ഊറ്റിയെടുക്കും. അപ്പം നിങ്ങളും ഇത് കളയണ്ട, അരച്ചെടുക്കും. കുട്ടികളുടെ ശരീരത്തിലൊക്കെ തേക്കാൻ നല്ലതാണ്, കാരണം നമ്മൾ അത്രയും മരുന്ന് ചേർത്ത് അത് വറുത്തെടുത്തതാണ്. അപ്പോൾ
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പൊടി ചേർത്തതും കൊണ്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ അവസാനം ഉണ്ടാക്കി വന്നപ്പം 250 രൂപയ്ക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2 ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും എടുത്താലേ നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവുള്ളൂ. അല്ലെ നമ്മൾ വെറുതെ കുറേ പണിയെടുത്ത് തോന്നിയാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക. ഞാൻ ഈ പൊടി ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല, പകരം അതെന്താണോ സാധനം അത് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ നന്ദി.